നമസ്കാരം. PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെയും എഡ്യൂക്യോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് സയൻസിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. മുൻവർഷ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ വായിക്കാം. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ്: ഹീമോഗ്ലോബിൻ, കോശദ്രവ്യം, റൈബോസോം, പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്ലാസ്മ. പ്ലാസ്മയാണ് രക്തത്തിലെ ദ്രാവക ഭാഗം. നമുക്ക് രക്തവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി എന്നാണ് രക്തത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. എന്താണ് രക്തം? ദ്രാവക രൂപത്തിലുള്ള ഒഴുകുന്ന യോജക കലയാണ് രക്തം. ദ്രാവക രൂപത്തിലുള്ള ഒഴുകുന്ന യോജക കലയാണ് രക്തം. ജീവന്റെ നദി എന്നറിയപ്പെടുന്നതും രക്തമാണ്. ജീവന്റെ നദി എന്നറിയപ്പെടുന്നതും രക്തമാണ്. രക്തത്തിൻ്റെ pH വാല്യൂ എക്സാമിന് ചോദിക്കാറുണ്ട്. 7.4 ആണ് രക്തത്തിലെ pH വാല്യൂ. ഇനി പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ എത്ര ലിറ്റർ രക്തം കാണും? പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ 5 മുതൽ 6 ലിറ്റർ വരെ രക്തം കാണപ്പെടുന്നു. ഇനി രക്തം കട്ട പിടിക്കാൻ വേണ്ട സമയം 3 മുതൽ 6 മിനിറ്റ്. ഇത് ലിറ്ററാണേ. രക്തം കട്ട പിടിക്കാൻ വേണ്ട സമയം 3 മുതൽ 6 മിനിറ്റ് സമയത്തിനുള്ളിൽ രക്തം കട്ട പിടിക്കും. രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ഹാർവേയാണ് രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചത്. നമുക്ക് രക്തത്തിൻ്റെ ധർമ്മങ്ങൾ, രക്തം എന്തൊക്കെ ഡ്യൂട്ടീസാണ് പെർഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. പോഷക ഘടകങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എത്തിക്കുന്നത് രക്തത്തിലൂടെയാണ്. രക്തമാണ്. വിസർജ്യ വസ്തുക്കളെ വിസർജന അവയവത്തിൽ എത്തിക്കുന്നതും രക്തമാണ്. ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നത് രക്തമാണ്. ഹോർമോൺസിനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എത്തിക്കുന്നതും രക്തമാണ്. ഓക്സിജനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എത്തിക്കുന്നതും രക്തമാണ്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളാണ് രക്തം പ്രധാനമായിട്ടും ചെയ്യുന്നത്. രക്തത്തിൻ്റെ ധർമ്മങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. ഓക്സിജനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. പോഷക ഘടകങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. ഹോർമോൺസിനെ, ഓരോ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് രക്തമാണ്. വിസർജ്യ വസ്തുക്കളെ വിസർജന അവയവത്തിൽ എത്തിക്കുന്നതും രക്തമാണ്. പിന്നെ രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നതും രക്തമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. ഇനി രക്തത്തിൽ 2 ഘടകങ്ങളുണ്ട്. രക്തത്തിൽ കാണപ്പെടുന്ന 2 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് പ്ലാസ്മ, 2 രക്തകോശങ്ങൾ. രക്തത്തിൻ്റെ 55% പ്ലാസ്മയും 45% രക്തകോശങ്ങളുമാണ്. രക്തത്തിൻ്റെ 55% പ്ലാസ്മയും 45% രക്തകോശങ്ങളുമാണ് കാണപ്പെടുന്നത്. ഈ പ്ലാസ്മയുടെ നിറം എക്സാമിന് ചോദിക്കാറുണ്ട്. ഇളം മഞ്ഞ നിറത്തിലാണ് പ്ലാസ്മ കാണപ്പെടുന്നത്. പ്ലാസ്മയുടെ 90 മുതൽ 92% ജലമാണ്. 92% ജലമാണ് കാണപ്പെടുന്നത്. ഇനി 7 മുതൽ 8% പ്രോട്ടീനാണ്. പ്ലാസ്മയുടെ 7 മുതൽ 8% പ്രോട്ടീനാണ്. പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്. പ്ലാസ്മ പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ആൽബുമിൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണേ. 2 ഗ്ലോബുലിൻ. 3 ഫൈബ്രിനോജൻ. പ്ലാസ്മ പ്രോട്ടീൻസ് 3 തരമുണ്ട്. ആൽബുമിനും, ഗ്ലോബുലിനും, ഫൈബ്രിനോജനും. ശരീരത്തിൽ ബ്ലഡ് പ്രഷർ ക്രമീകരിക്കാൻ സഹായിക്കുന്നത് ആൽബുമിനാണ്. BP ക്രമീകരിക്കാൻ സഹായിക്കുന്നത് ആൽബുമിനാണ്. ഈ ഗ്ലോബുലിൻ്റെ ധർമ്മം രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നത് ഗ്ലോബുലിനാണ്. ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്നു. രോഗപ്രതിരോധത്തിന് ആവശ്യമായ ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്നത് ഗ്ലോബുലിനാണ്. ഫൈബ്രിനോജൻ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജനാണ്. ഇപ്പോൾ പ്ലാസ്മ പ്രോട്ടീൻസ് 3 എണ്ണമാണുള്ളത്. ആൽബുമിനും, ഗ്ലോബുലിനും, ഫൈബ്രിനോജനും.
BP ക്രമീകരിക്കുന്നത് ആൽബുമിനും, രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നത് ഗ്ലോബുലിനും, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജനുമാണ്. അടുത്തത് രക്തകോശങ്ങൾ നോക്കാം. രക്തകോശങ്ങളും 3 ഉണ്ട്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്സ്. അതായത് ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്സ് എന്നിങ്ങനെ 3 തരത്തിൽ രക്തകോശങ്ങൾ കാണപ്പെടുന്നു. അപ്പം നമുക്ക് ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് RBC നോക്കാം. RBCയുടെ കളർ എന്താണ്? റെഡ് കളറാണ് RBCയുടെ നിറം. RBCയുടെ ഷേപ്പ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഡിസ്കിൻ്റെ ഷേപ്പാണ്. RBCക്കുള്ളത്. ഇനി ഈ RBCയുടെ ശാസ്ത്രീയ നാമം എന്താണെന്ന് ചോദിക്കാറുണ്ട്. എറിത്രോസൈറ്റ് എന്നാണ് RBCയുടെ ശാസ്ത്രീയ നാമം. അരുണരക്താണുക്കളിലെ ഓക്സിജനെ സംവഹനം ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അരുണരക്താണുക്കളിലെ ഓക്സിജനെ സംവഹനം ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഈ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ എന്താണ്? അനീമിയ ആണ്, അല്ലെങ്കിൽ വിളർച്ചയാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ. വിളർച്ച എന്നും പറയും. ഇനി RBCയുടെ ആയുസ് എത്ര ദിവസമാണ്? RBCക്ക് ആയുസ്സുള്ളത് 120 ദിവസമാണ് RBCയുടെ ആയുസ്. RBCക്ക് മർമ്മം ഉണ്ടോ? മർമ്മം ഇല്ല. ഓർത്തിരിക്കുക കേട്ടോ. സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, മർമ്മം ഇല്ല. RBCക്ക് മർമ്മമില്ല. ഇനി ഒരു ഡിസീസാണ് സിക്കിൾ സെൽ അനീമിയ. കേട്ടിട്ടുണ്ടോ? സിക്കിൾ സെൽ അനീമിയ. RBC അരിവാൾ പോലെ വളഞ്ഞു പോകുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. RBC അരിവാൾ പോലെ, അതായത് ഇങ്ങനെ റൗണ്ടിലിരിക്കുന്ന RBC ഇങ്ങനെ അരിവാൾ പോലെ വളഞ്ഞു പോകുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇതിനെ അരിവാൾ രോഗം എന്നും പറയുന്നുണ്ട് കേട്ടോ. അരിവാൾ രോഗം എന്നും പറയുന്നു. സിക്കിൾ സെൽ അനീമിയ തന്നെയാണ് അരിവാൾ രോഗം. അപ്പം നമ്മൾ RBCനെ കുറിച്ച് എന്തൊക്കെയാണ് പഠിച്ചത്? റെഡ് കളറാണ്, ഡിസ്കിൻ്റെ ഷേപ്പാണ്, ശാസ്ത്രീയ നാമം എറിത്രോസൈറ്റ്. RBCയിൽ ഓക്സിജൻ സംവഹനത്തിന് സഹായിക്കുന്നത് ഹീമോഗ്ലോബിനാണ്. ഈ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. ഹീമോഗ്ലോബിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന അസുഖമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. RBCയുടെ ആയുസ് 120 ദിവസമാണ്. RBCക്ക് മർമ്മം ഉണ്ടോ? മർമ്മം ഇല്ല. RBC അരിവാൾ പോലെ വളഞ്ഞു പോകുന്ന ഡിസീസാണ് സിക്കിൾ സെൽ അനീമിയ. ഇനി RBC രൂപീകരിക്കുന്നത് അസ്ഥിമജ്ജയിലാണ്. അസ്ഥിമജ്ജയിൽ വെച്ചാണ് RBC രൂപീകരിക്കുന്നത്. RBC നശിക്കുന്നത് പ്ലീഹയിലാണ്. പ്ലീഹയിൽ വെച്ചിട്ടാണ് RBC നശിക്കുന്നത്. അതുകൊണ്ട് RBCയുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്, സ്പ്ലീന്. RBCയുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് എന്താണ്? പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീന്. ഓർത്തിരിക്കുക. RBC നിർമ്മിക്കുന്നത് അസ്ഥിമജ്ജയിലും നശിക്കപ്പെടുന്നത് പ്ലീഹയിൽ വെച്ചിട്ടുമാണ്. ഓർത്തിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. രണ്ടാമത്തെ രക്തകോശമാണ് ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കളുടെ നിറം എന്താണ്? വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ലൂക്കോസൈറ്റ് എന്നാണ് ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം. ലൂക്കോസൈറ്റ് എന്നാണ് WBCയുടെ ശാസ്ത്രീയ നാമം. ഓർത്തിരിക്കുക. ശ്വേതരക്താണുക്കളുടെ ധർമ്മം എന്താണ്? രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നു. ശ്വേതരക്താണുക്കൾ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ട ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്നത് ശ്വേതരക്താണുക്കളാണ്. അതുകൊണ്ട് ഇതിനെ ശരീരത്തിലെ പട്ടാളക്കാർ എന്ന് പറയുന്നു. ശ്വേതരക്താണുക്കളെയാണ്. ശരീരത്തിലെ പട്ടാളക്കാർ എന്നറിയപ്പെടുന്നത് WBC ആണ്. ഓർത്തിരിക്കാം. WBCയുടെ ആയുസ് 10 മുതൽ 15 ദിവസമാണ്.
10 മുതൽ 15 ദിവസമാണ് ശ്വേതരക്താണുക്കളുടെ ആയുസ്. WBCയുടെ അളവ് കൂടുന്ന അവസ്ഥ ലുക്കീമിയ. WBCയുടെ അളവ് കൂടുന്ന അവസ്ഥ ലുക്കീമിയയും കുറയുന്ന അവസ്ഥ ലൂക്കോപീനിയ എന്നാണ് WBCയുടെ അളവ് കുറയുന്ന അവസ്ഥ അറിയപ്പെടുന്നത്. WBCയുടെ അളവ് കൂടുന്ന അവസ്ഥ ലുക്കീമിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി WBC നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ് WBC നിർമ്മിക്കപ്പെടുന്നത്. WBC 5 തരമുണ്ട് WBC. അവ നമുക്ക് പഠിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ന്യൂട്രോഫിൽ. സെക്കൻഡ് ഇസ്നോഫിൽ. തേർഡ് വൺ ബേസോഫിൽ. 4 മോണോസൈറ്റ്. 5 ലിംഫോസൈറ്റ്. അതായത് WBC 5 തരമുണ്ട്: ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇതിൽ ഏറ്റവും വലുത് മോണോസൈറ്റാണ്. വലുത് മോണോസൈറ്റും ചെറുത് ലിംഫോസൈറ്റുമാണ്. ഏറ്റവും വലുത് മോണോസൈറ്റും ഏറ്റവും ചെറുത് ലിംഫോസൈറ്റുമാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് WBCയിലെ ഏതൊക്കെ ഘടകങ്ങളാണ്? അത് ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ് ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത്. ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നത് ഫാഗോസൈറ്റോസിസ്. ഈ ന്യൂട്രോഫിലിനെയും മോണോസൈറ്റിനെയും ചേർന്ന് പറയുന്നത് ഫാഗോസൈറ്റുകൾ എന്നാണ്. അതായത് ന്യൂട്രോഫിലിനെയും മോണോസൈറ്റിനെയും ചേർത്ത് പറയുന്നത് ഫാഗോസൈറ്റ്. ന്യൂട്രോഫിലിനെ മോണോസൈറ്റിനെ ചേർത്ത് പറയുന്ന പേര് ഫാഗോസൈറ്റ്. ന്യൂട്രോഫിലും മോണോസൈറ്റും ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേര് ഫാഗോസൈറ്റോസിസ്. മാറിപ്പോയല്ല, പ്രോസസ്സിന് പറയുന്ന പേര് ഫാഗോസൈറ്റോസിസും ഇവരെ പറയുന്നത് ഫാഗോസൈറ്റുകൾ എന്നുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. അടുത്തത് ലിംഫോസൈറ്റ് 2 തരമുണ്ട്. ലിംഫോസൈറ്റ് 2 തരമുണ്ട്. ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും എന്നിങ്ങനെ 2 തരമുണ്ട്. ഈ ബി ലിംഫോസൈറ്റ് നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ് ബി ലിംഫോസൈറ്റ് നിർമ്മിക്കപ്പെടുന്നത്. ടി ലിംഫോസൈറ്റ് തൈമസ് ഗ്രന്ഥിയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. തൈമസ് ഗ്രന്ഥിയിലാണ് ടി ലിംഫോസൈറ്റ് നിർമ്മിക്കപ്പെടുന്നത്. ബി ലിംഫോസൈറ്റ് അസ്ഥിമജ്ജയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ധർമ്മങ്ങൾ പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാൻസർ ബാധിച്ച കോശങ്ങൾ, വൈറസ് ബാധിച്ച കോശങ്ങൾ ഇവയൊക്കെ ഇല്ലാതാക്കുന്നതാണ് ടി ലിംഫോസൈറ്റിൻ്റെ ധർമ്മം. ക്യാൻസർ ബാധിച്ച കോശങ്ങളെയും വൈറസ് ബാധിച്ച കോശങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതാണ് ടി ലിംഫോസൈറ്റിൻ്റെ ധർമ്മം. ഇനി ബി ലിംഫോസൈറ്റ്, അതിൻ്റെ ധർമ്മം എന്താണ്? ആൻറ്റിബോഡികളുടെ നിർമ്മാണത്തിനാണ് സഹായിക്കുന്നത്. ആൻറ്റിബോഡീസ് നിർമ്മിക്കുന്നു. ബി ലിംഫോസൈറ്റ് ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്നു. ടി ലിംഫോസൈറ്റ് ക്യാൻസർ ബാധിച്ച അല്ലെങ്കിൽ വൈറസ് ബാധിച്ച കോശങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നത് ടി ലിംഫോസൈറ്റ് ആണ്. ബി ലിംഫോസൈറ്റ് അസ്ഥിമജ്ജയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. ടി ലിംഫോസൈറ്റ് തൈമസ് ഗ്രന്ഥിയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. ഓർത്തിരിക്കുക. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. പ്ലേറ്റ്ലെറ്റ്, 3ാമത്തെ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റ്സ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. എന്താണ് പ്ലേറ്റ്ലെറ്റിൻ്റെ ധർമ്മം? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ത്രോംബോസൈറ്റ് എന്നറിയപ്പെടുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ്. ആയുസ് 7 days, 7 ദിവസമാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ ആയുസ്. 7 days ആണ് പ്ലേറ്റ്ലെറ്റിൻ്റെ ആയുസ്. ഏറ്റവും ആയുസ് കുറഞ്ഞ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്.
7 ദിവസം മാത്രമേ പ്ലേറ്റ്ലെറ്റിന് ആയുസുള്ളൂ. ഇതിനും മർമ്മം ഇല്ല. അസ്ഥിമജ്ജയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. അസ്ഥിമജ്ജയിൽ നിർമ്മിക്കപ്പെടുന്നു. പ്ലേറ്റ്ലെറ്റ് നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിൽ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. ത്രോംബോസൈറ്റ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. പ്ലേറ്റ്ലെറ്റിൻ്റെ ശാസ്ത്രീയ നാമം ത്രോംബോസൈറ്റ്. ഏറ്റവും ആയുസ് കുറഞ്ഞ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. 7 ദിവസമാണ് അതിൻ്റെ ആയുസ്. ഇതിന് മർമ്മമില്ല. അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ് പ്ലേറ്റ്ലെറ്റ് നിർമ്മിക്കുന്നത്. ഇനി കുറച്ച് അഡീഷണൽ ഫാക്ട്സ് കൂടെ പറയാം. ഇത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കാം, മാറിപ്പോകരുത്. ഫസ്റ്റ് വൺ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ചോദിച്ചാൽ പ്ലേറ്റ്ലെറ്റ് ആണ് എഴുതേണ്ടത്. പ്ലേറ്റ്ലെറ്റ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ചോദിച്ചാൽ പ്ലേറ്റ്ലെറ്റ് എഴുതുക. അടുത്തത്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മൂലകം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മൂലകം ചോദിച്ചാൽ കാൽസ്യമാണ് ഉത്തരം എഴുതേണ്ടത്. കാൽസ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ കാൽസ്യമാണ് ഉത്തരം എഴുതേണ്ടത്. ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല, ക്ലിയർ ആയിട്ട് പഠിക്കുക. രക്തകോശം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റും, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മൂലകം കാൽസ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ ആണ്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജനും ആണ്. ഇനി രക്തം കട്ട പിടിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാത്ത അസുഖമാണ് ഹീമോഫീലിയ. ഈ ഹീമോഫീലിയ ചോദിക്കാറുണ്ട് എക്സാമിന്. രാജകീയ രോഗം, ക്രിസ്തുമസ് ഡിസീസ്, ബ്ലീഡേഴ്സ് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഹീമോഫീലിയാണ്. രാജകീയ രോഗം, ക്രിസ്തുമസ് ഡിസീസ് അല്ലെങ്കിൽ ക്രിസ്തുമസ് രോഗം, ബ്ലീഡേഴ്സ് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ്. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ, ശരീരത്തിൽ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹീമോഫീലിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും രക്തത്തിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് പവിത്ര, അനാമിക, ഹ്രസ്വ, അർക്ക. ഇപ്പോൾ 4 ഓപ്ഷൻസ് തന്നേക്കുന്നത്. ഇതിലേതൊക്കെയാണ് നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ? പവിത്ര നെല്ലിൻ്റെ സങ്കര ഇനമാണ്. അനാമിക വെണ്ടയുടെ സങ്കര ഇനമാണ്. വെണ്ടയുടെ സങ്കര ഇനമാണ് അനാമിക. ഹ്രസ്വ നെല്ലിൻ്റെ സങ്കര ഇനമാണ്. അർക്ക വെണ്ടയുടെ സങ്കര ഇനമാണ് അർക്ക. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത്, അതായത് ഓപ്ഷൻ 2ഉം 4ഉം വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അനാമിക, അർക്ക വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ്. പവിത്രയും ഹ്രസ്വയും നെല്ലിൻ്റെ സങ്കര ഇനമാണ്. നമുക്ക് SCRTയിൽ കുറച്ച് സങ്കര ഇനം വിത്തുകൾ കൊടുത്തിട്ടുണ്ട്, അവ നമുക്ക് പഠിക്കാം. ഇതെല്ലാം SCRTയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണേ. നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. അപ്പോൾ ഈ പവിത്ര, ഹ്രസ്വമാണ് നമ്മളോടിപ്പോൾ ചോദിച്ചത്. പവിത്ര, ഹ്രസ്വ, അന്നപൂർണയാണ് നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ. ഇനി പയറിൻ്റെ സങ്കര ഇനങ്ങൾ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവ പയറിൻ്റെ സങ്കര ഇനങ്ങളാണ്. പച്ചമുളകിൻ്റെ സങ്കര ഇനങ്ങൾ ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നിവ പച്ചമുളകിൻ്റെ സങ്കര ഇനങ്ങളാണ്. വെണ്ടയുടെ സങ്കര ഇനങ്ങൾ കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതനയുടെ സങ്കര ഇനങ്ങൾ സൂര്യ, ശ്വേത, ഹരിത, നീലിമ. എല്ലാം നിറങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. അപ്പം നീല കളറിലെയും പച്ച കളറിലെയൊക്കെ വഴുതനങ്ങ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഓർത്തിരിക്കുക. സൂര്യ, ശ്വേത, ഹരിത, നീലിമ ഒക്കെ വഴുതനയുടെ സങ്കര ഇനങ്ങളാണ്. ഇനി തക്കാളിയുടെ സങ്കര ഇനങ്ങൾ മുക്തി, അനഘ, അക്ഷയ എന്നിവ തക്കാളിയുടെ സങ്കര ഇനങ്ങളാണ്. അടുത്തത് സങ്കര ഇനം തെങ്ങുകൾ. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നിവ സങ്കര ഇനം തെങ്ങുകളാണ്. ഇതെല്ലാം ക്രോസ് ആണേ. ചന്ദ്രലക്ഷ ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാട് ഓറഞ്ചിൻ്റെയും ക്രോസാണ് ചന്ദ്രലക്ഷ.
ചന്ദ്രശങ്കരയാണെങ്കിൽ ചാവക്കാട് ഓറഞ്ചിൻ്റെയും വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെയും ക്രോസാണ്. ലക്ഷഗംഗയാണെങ്കിൽ ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ഗംഗാബോധത്തിൻ്റെയും ക്രോസാണ് ലക്ഷഗംഗ. ഒന്ന് ടോളും ഒന്ന് ഡ്വാർഫും ആയിരിക്കും, അതായത് ഒന്ന് കുള്ളൻ തെങ്ങും ഒന്ന് ഉയരമുള്ള തെങ്ങുമായിരിക്കും. അപ്പം ലക്ഷദ്വീപ് ഓർഡിനറി ടോളാണ് ലക്ഷദ്വീപ് ഓർഡിനറി. ചാവക്കാട് ഓറഞ്ച് കുള്ളൻ തെങ്ങാണ്, ഡ്വാർഫാണ്. ഇവിടെ ചന്ദ്രശങ്കരയിലാണെങ്കിൽ ചാവക്കാട് ഓറഞ്ച് ഡ്വാർഫും വെസ്റ്റ് കോസ്റ്റ് ടോളുമാണ്. ലക്ഷദ്വീപ് ഓർഡിനറി ടോളാണ്, ഗംഗാബോധം ഡ്വാർഫാണ്. അപ്പം ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ തെങ്ങിൻ്റെ 3 സങ്കര ഇനങ്ങളാണ്. അടുത്തത് പാവലിൻ്റെ സങ്കര ഇനമാണ് പ്രിയങ്ക. പാവലിൻ്റെ സങ്കര ഇനമാണ് പ്രിയങ്ക. ഓർത്തിരിക്കുക, എപ്പോഴും ചോദിക്കാറുണ്ട് പാവലിൻ്റെ സങ്കര ഇനം പ്രിയങ്ക. പാവലിൻ്റെ സങ്കര ഇനമാണ് പ്രിയങ്ക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ അടുത്ത ക്ലാസ്സുമായി കണ്ടുമുട്ടാം. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.